ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ കെമിസ്ട്രിയിലെ കുറച്ച് ടഫായിട്ടുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ടഫായിട്ടുള്ള ഒരു പാർട്ടാണിത്. നമുക്ക് നോക്കാം. Fe+H2O gives Fe3O4 plus H2. ഇതൊരു അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ്. ആരോ മാർക്കിന്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ LHS എന്നും റൈറ്റ് സൈഡിൽ നമ്മൾ RHS എന്നും പറയും. ഈ LHSലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം RHS സൈഡിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ആറ്റവുമായിട്ട് ഈക്വൽ ആകുമ്പോഴാണ് ഇക്വേഷൻ ബാലൻസ് ആവുന്നത്. സോ ഇവിടെ നോക്കാം. Fe ഇവിടെ 1, ഹൈഡ്രജൻ 2, ഓക്സിജൻ 1. Fe ഇവിടെ Fe3, ഓക്സിജൻ 4, ഹൈഡ്രജൻ 2. ഇങ്ങനെ ആദ്യം നമ്മൾ എല്ലാ എലമെന്റ്സിനെയും കൗണ്ട് ചെയ്ത് ഏതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും കൂടുതൽ നമ്പർ ഉള്ള ആറ്റം ഏതാണോ ആ ആറ്റത്തിനെ നമുക്ക് ആദ്യം ബാലൻസ് ചെയ്യാം. ഇവിടെ ഓക്സിജൻ ആണ്. സോ ഓക്സിജൻ ഇവിടെ 4 ഉണ്ട്, ഇവിടെ 1 ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഓക്സിജനെ ബാലൻസ് ചെയ്യണം. ഇനി നമുക്ക് എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം? ഇവിടെ നമുക്കൊരു 4 ആഡ് ചെയ്ത് കൊടുക്കാം. അവിടെ 4 ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് മാറും? 4H2 എന്നാവും. ആര് ബാലൻസ് ആയി? ഈ 4 ഇവിടെ കൊടുക്കുമ്പോൾ ഓക്സിജൻ ബാലൻസ് ആയി. ബട്ട് ആര് മാറി? ഹൈഡ്രജൻ ഇവിടെ മാറി. 4 × 2 8 ഹൈഡ്രജൻ ആയി. അതായത് നമ്മളൊരു കോമ്പൗണ്ടിന് കോമൺ ആയിട്ടൊരു നമ്പർ ഇട്ട് കഴിഞ്ഞാൽ ആ നമ്പർ ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാവർക്കും അത് ബാധകമായിരിക്കും. സോ ഇവിടെ 4 ഇട്ട് കഴിഞ്ഞാൽ ഈ 4 ഹൈഡ്രജനും ബാധകമാണ്, ഓക്സിജനും ബാധകമായിരിക്കും. അപ്പോൾ ഇവിടെ എത്ര? 4 ഹൈഡ്രജൻ ഇവിടെ വന്നു. 2 × 4 8 ഹൈഡ്രജൻ ഇവിടെ വന്നു. ഇവിടെ എത്ര ഹൈഡ്രജനേ ഉള്ളൂ? 2 ഹൈഡ്രജനേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം? ഇവിടെ 4 ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആരൊക്കെ ബാലൻസ് ആയി? ഇവിടെ 4 ഓക്സിജൻ ആയി, ഇവിടെ 1 × 4 ഓക്സിജൻ ആയി, ഹൈഡ്രജൻ ഇവിടെ 4 ആയി. സോ ഹൈഡ്രജനും ഓക്സിജനും ബാലൻസ്ഡ് ആയി. സോ ഇനി ബാക്കിയുള്ളത് ആരാണ്? Fe ആണ്. Fe ഇവിടെ 3 ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്ത് കൊടുത്താൽ മതി? ഇവിടെ 3 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ.